വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. വകുപ്പ് മന്ത്രി ഇവിടേക്ക് ആദ്യം എത്തിയില്ല എന്നുള്ള കാര്യം. ഇല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു അപകടമുണ്ടായാൽ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ്. അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ബാക്കി ഷിബു ബേബി ജോൺ മിനിസ്റ്റർ മണ്ഡലമാണ്. അദ്ദേഹം ഇവിടെ ആ നിമിഷം മുതൽ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ഓപ്പറേഷൻസും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ അന്നു മുതൽ അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മോഡേണൈസ് റെസ്ക്യൂ ആൻഡ് സെർച്ച് റെസ്ക്യൂവും എക്യുപ്മെന്റ്സ് കുറച്ച് മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ SOPയുടെ ആവശ്യമുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. കാരണം ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യാൻ അത് ആവശ്യമാണ്. അപ്പോൾ അതാണ് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അതിനുള്ള SOP ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ അതുണ്ടാക്കും. പുതിയ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ ഡ്രോൺ, അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ക്യാമറ, അങ്ങനെ ഉപയോഗിക്കുന്ന റെസ്ക്യൂ ബോട്ടുകൾ, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന റെസ്ക്യൂ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കും. അത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഗവൺമെന്റ് കുടുംബത്തോടൊപ്പമാണ്. അപ്പോൾ അത് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. നേവി ഇപ്പോൾ 2 മണിക്ക് എത്തും. മുതലപ്പുഴയിൽ സെർച്ചിന് ഇന്നലെ നേവി പോയിരുന്നു. നേവി ഇപ്പോൾ 2 മണിക്ക് വീണ്ടും ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്ല, നമ്മളിപ്പോ ഈ ഒരു സംവിധാനം പുതിയതായിട്ട് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് മോഡേണൈസ് ചെയ്തേ പറ്റൂ. മോഡേണൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗോൾഡൻ അവേഴ്സിൽ നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാനും ഡ്രോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കിവരെ കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് അത് ഏർപ്പാടാക്കും. അല്ല, കോസ്റ്റ് ഗാർഡ് അല്ല, ഇന്ധനം നിറക്കാനുള്ള സംവിധാനം ഇവിടെ ആയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ അതിന്റെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പെർമിഷൻ ബോംബെയിൽ നിന്ന് കിട്ടാനുണ്ട്. അത് ഇന്ന് കിട്ടും. ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. പെർമിഷൻ ബോംബെയിൽ നിന്ന് കിട്ടിയാൽ ഉടൻ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും. റീഫ്യൂൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും ഇവിടെ ലാൻഡ് ചെയ്ത് റീഫ്യൂൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. അല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു SOP വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ലെവലിൽ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനം അതിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.